ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഒരു സ്ക്വാഡിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വർക്ക് അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫുകൾ ഇപ്പോൾ യൂറോപ്പിൽ ഉടനീളം താരങ്ങളുടെ പ്രകടനങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടിയെ കാത്തിരിക്കുന്നത് ഒരു സുഖമുള്ള തലവേദനയാണ്. വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്പർ 9 സ്ട്രൈക്കർ പൊസിഷനിലേക്ക് അഥവാ സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ഏത് താരത്തെയായിരിക്കും അല്ലെങ്കിൽ ഏത് താരങ്ങളെയായിരിക്കും കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഒരുപാട് ഓപ്ഷനുകൾ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 9 താരങ്ങളെ ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ മാത്രമായി കൊണ്ട് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. അദ്ദേഹം ഏതൊക്കെ താരങ്ങളെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. നമുക്കറിയാം 2 താരങ്ങളെയാണ് സ്വാഭാവികമായിട്ടും പൊതുവിൽ തിരഞ്ഞെടുക്കാറുള്ളത്. വേണമെങ്കിൽ 3 താരങ്ങളെ വരെ സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. പക്ഷേ 9 താരങ്ങളെ ഇപ്പോൾ ലഭ്യമാണ്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ഇവാനിൽസൺ ആണ്. ബേൺമൗത്തിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഇവാനിൽസൺ. നമുക്കറിയാം കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടിയിരുന്നു. അതിനു മുൻപ് ടോട്ടൻഹാം, ആഴ്സണൽ എന്നിവർക്കെതിരെയൊക്കെ ഗോൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ സ്ട്രൈക്കറാണ് ഇവാനിൽസൺ. അതുപോലെ തന്നെ റിച്ചാർലിസൺ, കാർലോ ആഞ്ചലോട്ടിയുടെ ഇഷ്ടപ്പെട്ട താരമാണ് റിച്ചാർലിസൺ. അത്ര ഒരു മികവിൽ ഒന്നുമല്ല റിച്ചാർലിസൺ, പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് അദ്ദേഹമാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ അത് ഗബ്രിയേൽ ജീസസ് ആണ്. പരിക്ക് മാറി ജീസസ് ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഗണ്ണേഴ്സിന് വേണ്ടി അദ്ദേഹം ഗോളടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇനി നാലാമത്തെ സ്ട്രൈക്കർ അത് കയോ ജോർഹയാണ്. ക്രുസൈറോക്ക് വേണ്ടി നിരവധി ഗോളുകൾ സമീപകാലത്ത് നേടിയ താരമാണ് കയോ ജോർഹ. നേരത്തെ കാർലോ ആഞ്ചലോട്ടി ഇദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ താരം മാത്യൂസ് കുഞ്ഞയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നല്ല രൂപത്തിൽ കളിക്കാൻ കുഞ്ഞയ്ക്ക് ഇപ്പോൾ കഴിയുന്നു. നല്ല വർക്ക് റേറ്റ് ഉള്ള ഒരു താരമാണ് കുഞ്ഞ. അതായത് കേവലം ഒരു സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് മാത്രം അദ്ദേഹം ഒതുങ്ങി പോവില്ല. നല്ല രൂപത്തിൽ അദ്ദേഹം ടീമിനെ സഹായിക്കും. അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് മാത്യൂസ് കുഞ്ഞ. ആറാമത്തെ താരം അത് എൻട്രിക്കാണ്. തകർപ്പൻ പ്രകടനമാണ് ലിയോണിന് വേണ്ടി എൻട്രിക്ക് പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഹാട്രിക് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. ആഞ്ചലോട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് താൻ റയൽ വിട്ടത് എന്ന് പോലും എൻട്രിക്ക് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇനി ഏഴാമത്തെ ഓപ്ഷൻ അത് ഇഗോർ ജീസസ് ആണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി മികച്ച രൂപത്തിൽ കളിക്കാൻ ഇഗോർ ജീസസിന് കഴിയുന്നു. ഗോളുകൾ അദ്ദേഹം ഇപ്പോൾ പ്രീമിയർ ലീഗിലൊക്കെ നേടുന്നുണ്ട്. ഇനി എട്ടാമത്തെ താരം അത് ഇഗോർ തിയാഗോ. ബ്രെൻഫോർഡിന് വേണ്ടി മികച്ച രൂപത്തിൽ കളിക്കുന്ന സ്ട്രൈക്കറാണ് ഇഗോർ തിയാഗോ. പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിൽ നമുക്ക് ഇഗോർ തിയാഗോയെ കാണാൻ സാധിക്കും. അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ വളരെയധികം ഉയർന്നു കേൾക്കുന്നുണ്ട്. മാർച്ച് മാസത്തിലെ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. 9 ജാവോ പെഡ്രോ. ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ജാവോ പെഡ്രോ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ നേടുകയും ചെയ്തിരുന്നു. അങ്ങനെ 9 ഓപ്ഷനുകളാണ് ഇപ്പോൾ സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ താരങ്ങളെ ആയിരിക്കും സ്ക്വാഡിലേക്ക് അദ്ദേഹം ഉൾപ്പെടുത്തുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.